ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 6-ാം നമ്പർ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയുന്ന ആ പലഹാരമാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ആ ഓയിൽ അതിലെല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് ആകാൻ വേണ്ടിയാണ് അങ്ങനെ തിരുമ്മുന്നത്. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മാവിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കുമോ, മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒരുപാട് വെള്ളത്തിൽ അലിഞ്ഞു പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ഒരു 2-3 ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ നല്ല കനം കുറച്ച് പരത്താൻ ശ്രദ്ധിക്കണം. കനം കൂടിപ്പോയാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. കനം കുറച്ച് പരത്തുക. എന്നിട്ട് അതിനെ ഒരു കത്തി കൊണ്ടോ പിസ്സ കട്ടർ കൊണ്ടോ ആദ്യം ഒന്ന് റിബൺ പോലെ കട്ട് ചെയ്യുക. പിന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പം സ്നാക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരല്പം മൈദ കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി അതിനെ നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. ഇതിടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് മീഡിയത്തിനും ലോയിലും ഇടയിലേക്ക് മാറ്റി വയ്ക്കുക. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും, ടേസ്റ്റും മാറിപ്പോകും. ഇതിങ്ങനെ ലൈറ്റ് യെല്ലോ കളറിൽ തന്നെ വറുത്ത് കോരണം. നല്ല ക്രിസ്പിയുമായിരിക്കണം വറുത്ത് കോരുമ്പം. ഇപ്പോൾ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡയമണ്ട് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അതിനൊരു ഷുഗർ കോട്ടിങ് കൊടുക്കണം. അതിനൊരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തത്. വൈറ്റ് ഷുഗർ ആയാലും മതി. മിക്കവാറും ഇതുണ്ടാക്കാൻ വേണ്ടി വൈറ്റ് ഷുഗറാണ് എടുക്കാനുള്ളത്. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടായി പോരുത്, പിന്നെ അത് തിളച്ച് വറ്റി വരാനൊക്കെ താമസമാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഉരുകി ഒന്ന് ഒട്ടുന്ന പരുവം വരെ ആകുക. കുറച്ച് വെള്ളം ഒഴിച്ചിളങ്ങി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ പഞ്ചസാരപ്പാനി ഇവിടെ റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ സാവധാനം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒത്തിരി ശക്തിയിലിട്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യാവും. എന്നിട്ട് പെട്ടെന്ന് തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഇനി ആ പഞ്ചസാരപ്പാനി അതിലെല്ലാം ഒന്ന് കോട്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി ഒരു വൈറ്റ് കളറിൽ പൊടി പോലെയാവും. പഞ്ചസാരയെല്ലാം വെള്ളപ്പൊടി പോലെയാവും. അതിൻ്റെ പുറത്തെല്ലാം നന്നായിട്ട് കോട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ അടുപ്പിൽ നിന്ന് മാറ്റി ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്ന് കട്ട പിടിച്ച് ഒന്നിച്ചാകാതിരിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോഴേക്ക് പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല കിലുകിലൂന്നിരിക്കും. അങ്ങനെ നമ്മുടെ 6-ാം നമ്പർ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.